ഇന്ന് നമുക്കൊരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ സ്റ്റെപ്പ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മാങ്ങയുടെ മിക്സ്ചർ അതും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാനിലോ, അത് ഞാൻ ചട്ടിയിലാട്ടുണ്ടാക്കിയ ചട്ടിയിലേക്ക് ഈ മിക്സ്ചർ ഒഴിച്ച് നല്ലോണം ഇച്ചിരി നേരം വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മാങ്ങ അതിൽ കിടന്ന് വേവണം. വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ച് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് നമ്മുടെ ആസിഫ് അലിയൊക്കെ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ച് നടക്കുകയാണ്. അത്ര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ അങ്കമാലി മാങ്ങാക്കറി. അപ്പോൾ ഇത് നമ്മുടെ ചൂട് ചോറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അതും പിന്നെ നമ്മുടെ മാങ്ങാക്കറിയും പിന്നെ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ, ഈ അച്ചാർ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ ചോറുണ്ടാണെങ്കിൽ എത്ര പ്ലേറ്റ് ചോറുണ്ടോയെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. അത്ര അടിപൊളിയാണ് ഈ സാധനം.